നമസ്കാരം. ബസേറ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീട്ടുമുറ്റത്തും തൊടികളിലും സാധാരണ കണ്ടുവരുന്ന പക്ഷികളിൽ ഒന്നാണ് മണ്ണാത്തിപ്പുള്ള് അഥവാ മാഗ്പൈ റോബിൻ. ഏതാണ്ട് ബുൾബുൾ പക്ഷിയുടെ വലിപ്പം വരുന്ന എന്നാൽ ബുൾബുളിനോട് ഒട്ടും തന്നെ സാമ്യമില്ലാത്ത ഈ പക്ഷി തിളങ്ങുന്ന വെള്ളയും കറുപ്പും നിറത്തോടു കൂടിയതാണ്. സാധാരണ എപ്പോഴും തലയും വാലും ഉയർത്തിയിരിക്കുന്ന ഈ പക്ഷിയെ ഒരു ചെറു ചുണ്ടൻ വള്ളത്തിൻ്റെ രൂപത്തോട് ഉപമിക്കാം. നീണ്ട വാലിൻ്റെ അരികുകളിലെ തൂവലുകൾ വെള്ളയും നടുവിൽ കറുത്ത നിറവുമാണ്. സാധാരണ ഇവ ഉയർത്തിപ്പിടിക്കുകയും എന്നാൽ കൂടെ താഴ്ത്തുകയും പൊക്കുകയും ചെയ്യുന്ന സ്വഭാവം ഈ പക്ഷിയുടെ ഒരു പ്രത്യേകതയാണ്. ഇത് കാണുമ്പോൾ വണ്ണാത്തികൾ കുനിഞ്ഞു നിന്ന് കല്ലിൽ തുണി അടിച്ച് അലക്കുന്നതാണ് ഓർമ്മ വരുന്നത്. ഒരു പക്ഷേ അതിനാലാകാം ഈ പക്ഷിക്കും വണ്ണാത്തിപ്പുള്ള എന്ന് പേര് വന്നത്. തത്തി ചാടി നടക്കുന്ന ഇവയുടെ തല നല്ല കറുപ്പും ഉടൽ കറുപ്പും വെള്ളയും ചേർന്ന നിറമാണ്. ആൺപക്ഷികൾ പെൺപക്ഷികളെക്കാൾ തിളങ്ങുന്ന നിറത്തോടു കൂടിയതാണ്. തദ്ദേശവാസികളായ ഈ പക്ഷി ഏപ്രിൽ മാസത്തോടെ പ്രജനന പ്രക്രിയകൾ തുടങ്ങുന്നു. കെട്ടിടങ്ങളിലെ ചെറിയ വിള്ളലുകളും ദ്വാരങ്ങളും ഉണങ്ങിയ മരച്ചില്ലയിലെ പൊത്തുകളും പാറയിടുക്കുകളുമാണ് ഇവയുടെ പ്രകൃതിദത്ത കൂടുകളുടെ സ്ഥലങ്ങൾ. ഇന്ന് ഇത്തരം സ്ഥലങ്ങളുടെ അഭാവം മൂലം ഇവ നമ്മൾ ഉണ്ടാക്കി വെച്ചു കൊടുക്കുന്ന മരക്കൂടുകളിലോ മറ്റ് മൺകലങ്ങൾ തുടങ്ങിയ പാത്രങ്ങളിലോ കൂടുകൂട്ടുന്നതായി കാണുന്നുണ്ട്. വണ്ണാത്തിപ്പുള്ളുകൾ നല്ല പാട്ടുകാരാണ്. പ്രജനന കാലത്ത് ആൺപക്ഷികൾ അതിരാവിലെയും സന്ധ്യാസമയത്തും ഇമ്പമായി പാടുന്നത് കേൾക്കാൻ വളരെ കൗതുകകരമാണ്. സാധാരണയായി ഇവ ഒരു തവണ 2 മുതൽ 5 മുട്ടകൾ വരെയാണ് ഇടുന്നത്. തൂവലുകൾ വളർന്ന് പറക്കാറാകുന്നതോടെ കുഞ്ഞുങ്ങൾ കൂടുവിട്ട് പുറത്തേക്ക് വരുന്നു. വീട്ടുമുറ്റത്തുള്ള പൂന്തോട്ടങ്ങളിലും പച്ചക്കറിത്തോട്ടങ്ങളിലും തൊടികളിലും ഇവ സാധാരണ സഞ്ചരിച്ച് അവിടെ കണ്ടുവരുന്ന പുഴുക്കളെയും പ്രാണികളെയും മറ്റും ആഹാരമാക്കുന്നു. അതിനാൽ ഇവ കർഷകരുടെ ഉറ്റമിത്രമായി കണക്കാക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി ഉടൻ കാണാം. നന്ദി, നമസ്കാരം.